തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാ ഇളവ് വേണമെന്ന് പ്രതി ഗ്രീഷ്മ. തനിക്ക് പഠിക്കണമെന്നും 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂവെന്നും ഗ്രീഷ്മ കോടതിയിൽ. അതേസമയം ഗ്രീഷ്മ കൊടും കുറ്റവാളിയാണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നെയ്യാറ്റിൻകര കോടതിക്ക് മുന്നിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി. ശിക്ഷാവിധി ഏറ്റവും പുതിയ വാർത്ത വരുന്നുണ്ട്. ഈ കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, ഏതായാലും ശിക്ഷാവിധിക്ക് മുൻപുള്ള അന്തിമവാദം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ച. ഇന്ന് ഗ്രീഷ്മ പറഞ്ഞത് ശിക്ഷാ ഇളവ് വേണം, പ്രായം കണക്കിലെടുക്കണം, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കണക്കിലെടുക്കണം. പക്ഷേ പ്രോസിക്യൂഷൻ പറഞ്ഞത് ഗ്രീഷ്മ കൊടും കുറ്റവാളിയാണ്, കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു, വധശിക്ഷ തന്നെ വേണം. എന്താണിന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ? എന്തായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത്? എന്താണ് ഗ്രീഷ്മയുടെ വാദം? സിജു, ഏറ്റവും പുതിയ വാർത്ത ഈ കേസിലെ ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകും എന്നുള്ളതാണ്. പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദം പൂർത്തിയായിരിക്കുന്നു. ശിക്ഷ സംബന്ധിച്ച വാദം പൂർത്തിയായിരിക്കുന്നു. ഇതിൽ പ്രധാനമായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കടുത്ത ശിക്ഷ, വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കണം. ഗ്രീഷ്മയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ കുറ്റബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവുകൾ ഗ്രീഷ്മ ഈ കൊലപാതകത്തിനായി ദുരുപയോഗം ചെയ്തു എന്നുള്ളത് കൂടി കമലേഷ്, അത് തന്നെയാണ് കമലേഷ് സൂചിപ്പിച്ച് പറഞ്ഞു വന്ന കാര്യം തന്നെയാണ്. ഇതിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിദ്യാഭ്യാസ അറിവുകൾ ഗ്രീഷ്മ ദുരുപയോഗം ചെയ്തു. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടതാണ്, തെറ്റുകൾ തിരുത്തി പോകേണ്ടതാണ്. ഇവിടെ ഗ്രീഷ്മ എന്ന് പറയുന്ന സയൻസ് ബിരുദധാരിയായ 22 വയസ്സുകാരി തൻ്റെ ശാസ്ത്രീയ അറിവുകൾ ഒരു കൊലപാതകത്തിനായി ദുരുപയോഗം ചെയ്തു. അതാണ് നേരത്തെ പറഞ്ഞ കാപ്പിക്കോ എന്ന് പറയുന്ന കളനാശിനി. അത് ശരീരത്തിൽ പ്രവേശിച്ചാൽ എങ്ങനെയാകും എന്നതടക്കം പരിശോധിച്ച് പഠിച്ചതിന് ശേഷം നടത്തിയ ഒരു കൊലപാതകം. പ്രോസിക്യൂഷൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. സിജു, തീർച്ചയായും ആ നിലയിൽ തന്നെ വേണം കരുതാൻ. ഇതിൽ പ്രതിഭാഗം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതി ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണം, അതുപോലെ തന്നെ ഗ്രീഷ്മയ്ക്ക് പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഘട്ടത്തിലാണ് പ്രോസിക്യൂഷൻ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പഠനം പൂർത്തിയാക്കിയാൽ പോലും ഈ ലഭിക്കുന്ന വിദ്യാഭ്യാസ അറിവുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുകയാണ് ഗ്രീഷ്മ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് അനുവദിക്കരുത് എന്ന വാദം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ ഗ്രീഷ്മയ്ക്ക് ഒരു ഘട്ടത്തിൽ പോലും ഈ ചെയ്ത കുറ്റത്തിൽ ഒരു കുറ്റബോധം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ ഈ വാദം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. ഇവരെല്ലാവരും തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 20-ാം തീയതിയിലേക്ക് ഈ ശിക്ഷാവിധി മാറ്റിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തിങ്കളാഴ്ച കേസിലെ ശിക്ഷ വിധിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. സിജു. ശരി കമലേഷ്, ഏതായാലും ഇപ്പോൾ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അടക്കം മാധ്യമങ്ങളെ കാണുന്നുണ്ടാകും. അതിൽ എടുത്തു പറയേണ്ടത്, ഇപ്പോൾ ഗ്രീഷ്മയുടെ വാദങ്ങൾ കൂടി ഇക്കാര്യത്തിൽ പറയേണ്ടതുണ്ട്. ആ പ്രതിഭാഗത്തിൻ്റെ വാദം എന്ന് പറയുന്നത് ഉള്ളത് സാഹചര്യ തെളിവുകൾ മാത്രമാണ്. പ്രതിക്ക് നശീകരണ സ്വഭാവം ഇല്ല, ഗ്രീഷ്മയ്ക്ക് ആത്മഹത്യാ പ്രവണതയുണ്ട്, ഷാരോൺ വിടാതെ പിന്തുടർന്നു, സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെ ഫോണിൽ സൂക്ഷിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഗ്രീഷ്മ പറയുകയും ചെയ്തത്. ഇതിൽ ഗ്രീഷ്മ ഉന്നയിച്ച ഒരു കാര്യം തന്നെ ഗ്രീഷ്മയ്ക്ക് തിരിച്ചടിയായി മാറി. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. യാതൊരുവിധ അടിസ്ഥാനപരമായ കാരണങ്ങളുമില്ല, അതിനുള്ള തെളിവും അവരുടെ കയ്യിലില്ല. സാഹചര്യ തെളിവുകളുമുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. അത് ഓരോ എവിഡൻസും 175ഓളം സാക്ഷികളെയും വിസ്തരിച്ചിട്ടാണ് കൊടുത്തത്. അതെ, ആ ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ FSL പരിശോധനയ്ക്ക് ശേഷം സർട്ടിഫിക്കറ്റോടുകൂടി ഹാജരാക്കിയതാണ്. അതെല്ലാം കൃത്യമായിട്ട് കോടതി പരിശോധിച്ചതിന് ശേഷമാണ് വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഭാഗത്തിൻ്റെ ഇപ്പോഴത്തുള്ള ഈ വാദത്തിന് ഒന്നും യാതൊരുവിധമായിട്ടുള്ള പ്രസക്തിയില്ല. പരമാവധി ശിക്ഷ തന്നെ കിട്ടണം. തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി പ്രതിഭാഗം വാദിച്ചത്. അതുകൊണ്ട് പരമാവധി ഇളവ് നൽകണം. പിന്നെ ബിരുദാനന്തര സർട്ടിഫിക്കറ്റ് അടക്കം ജഡ്ജി കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഇളവ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ഒരാൾ വളരെ ആസൂത്രിതമായിട്ട് ഈ കുറ്റകൃത്യം നടത്തി എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള കാര്യം. പ്ലാനിങ്ങോടുകൂടി, കരുതലോടുകൂടി എല്ലാ വശങ്ങളും പരിശോധിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അന്വേഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ബുദ്ധിയും പ്രതി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശിക്ഷ ഇളവ് ചെയ്ത് കൊടുത്താൽ ഭാവിയിൽ
മറ്റ് കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും അതിനുള്ള അവസരമാണ് ഒരുക്കി കൊടുക്കുക. മറ്റു മാർഗമൊന്നും ഇല്ലാതെയാണ് പ്രതിക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്യേണ്ടി വന്നു കൂടി പ്രതിഭാഗം വാദിച്ചിട്ടുണ്ട്. അതായത് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ ആവശ്യപ്പെട്ടായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ വന്നപ്പോഴാണ് ഇങ്ങനെ ചെയ്തത്. അതും പെട്ടെന്ന് ചെയ്തതാണ്, ആസൂത്രണമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ആസൂത്രണത്തിൻ്റെ എല്ലാ നാൾ വഴികളിലുള്ള തെളിവുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയതാണ്. പെട്ടെന്നുള്ള ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. അതുമാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തിയതിൻ്റെ എല്ലാ രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, അതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ആരോടെങ്കിലും സംസാരിച്ചായിട്ട് യാതൊരുവിധ തെളിവുമില്ല. ഷാരോണിൻ്റെ കുടുംബമായിട്ടോ അവരുടെ ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ ഈ പ്രതിയുടെ കുടുംബത്തിലെ അംഗങ്ങളാരുമായിട്ടോ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടോ ഒന്നും തന്നെ. അതെ, അത് നമ്മൾ ഇവർ പറയുന്നതിനോടൊപ്പം തന്നെ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള തെളിവുകൾ നമ്മൾ ക്രോഡീകരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഓരോ വാക്കുകൾക്കും അത് ശരിയാണോ എന്നൊരു ടീം അന്വേഷിച്ച് വെരിഫൈ ചെയ്തിരുന്നു. ശരിയാണോ, ഇവർ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണോ, ഇവരങ്ങനെ ചെയ്തിരുന്നോ, ആ പറഞ്ഞ ആളെ അന്നേരം തന്നെ വേറെ സ്ഥലങ്ങളിൽ ഇരുത്തി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ ഈ അന്വേഷണം. ഷാരോൺ രാജ് വധക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്, മുൻപ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തിട്ടില്ല, ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ളത് ശിക്ഷാ ഇളവിനുള്ള ഒരു മാനദണ്ഡമായി മാറുന്നില്ല. ഇവിടെ വളരെ പ്രസക്തമായത് 22 വയസ്സുകാരിയായ ശാസ്ത്രബിരുദമുള്ള ഒരു യുവതി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം തനിക്ക് ലഭിച്ച വിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. സമൂഹത്തിന് ഗുണപ്പെടേണ്ട വിദ്യാഭ്യാസത്തെ ദുരുപയോഗം ചെയ്ത ഗ്രീഷ്മയ്ക്ക് ഉചിതമായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിച്ചിരിക്കുന്നത്. അതായത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഷാരോൺ രാജ് വധക്കേസിൽ പ്രോസിക്യൂഷൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും അന്തിമവാദം പൂർത്തിയായി. ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി നെയ്യാറ്റിൻകരയിൽ നിന്നും, നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് മുൻപിൽ നിന്നും കമലേഷ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കമലേഷ്, നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമായ അന്വേഷണം, എന്തൊക്കെ പ്രതിഭാഗം ഉന്നയിച്ചാൽ പോലും ഇക്കാര്യത്തിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രതിഭാഗം പറഞ്ഞത്. പക്ഷേ സാഹചര്യ തെളിവുകൾ മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകൾ അടക്കമുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട്. മാത്രവുമല്ല, ഈ പ്രതിഭാഗം പറഞ്ഞത് ഷാരോൺ രാജ് പിന്തുടർന്നതെന്ന് ശല്യപ്പെടുത്തി എന്നുള്ളതാണ്. മാത്രമല്ല, ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഗ്രീഷ്മയോ ബന്ധുക്കളോ ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തകരോടോ ഷാരോൺ രാജിൻ്റെ കുടുംബത്തോടോ തന്നെ പറഞ്ഞിട്ടില്ല. ആ വാദങ്ങളൊക്കെ തന്നെ കൃത്യമായി പൊളിക്കാൻ പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തു. കമലേഷ്, എന്താണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഷാരോൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രതിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ വാദിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെ വാദങ്ങൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശിക്ഷാവിധി തിങ്കളാഴ്ചത്തേക്ക് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായി പങ്കുവയ്ക്കാനുള്ളത്. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൻ്റെ പ്രായം കണക്കിലെടുത്ത്, വിദ്യാഭ്യാസ യോഗ്യതകൾ പരിഗണിച്ച്, നേരത്തെ സമാന കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നത് പരിഗണിച്ച് ശിക്ഷാ ഇളവ് വേണമെന്നാണ് ഗ്രീഷ്മ കോടതിയോട് അഭ്യർത്ഥിച്ചത്. പക്ഷേ അത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ശിക്ഷാവിധി കുറ്റക്കാരിയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. 4 വകുപ്പുകളും ഗ്രീഷ്മയ്ക്ക് മേൽ ചുമത്തിയ 4 വകുപ്പുകളും സമർത്ഥമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അത് ഒരേ സമയം അന്വേഷണ സംഘത്തിൻ്റെ വിജയം, പ്രോസിക്യൂഷൻ്റെ വിജയം, സംസ്ഥാന സർക്കാരിൻ്റെ വിജയം കൂടിയാണ് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടതുണ്ട്.